ചർച്ച ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ ഫോമിനെ കുറിച്ചാണ്. ശരിയാണ്, സൂര്യ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഫോം ഔട്ടിൻ്റെ കാണാക്കായങ്ങളിലാണ്. വിമർശകരൊക്കെയും വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ക്യൂ നിൽക്കുകയാണ്. ക്യാപ്റ്റൻസിയിൽ സൂര്യ T20യിലെ ഏറ്റവും മികച്ച നായകൻ എന്ന നിലയിൽ ശോഭിക്കുന്നുണ്ടെങ്കിലും ഒരു ബാറ്റർ എന്ന നിലയിൽ നമ്മൾ ആഘോഷിച്ചിരുന്ന, നമ്മൾ ആഹ്ലാദിച്ചിരുന്ന, നമ്മൾ കൊണ്ടാടിയിരുന്ന ആ സൂര്യയെ നമ്മൾ ക്യാപ്റ്റനായതിനു ശേഷം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. തൻ്റെ സ്ഥാനം തിലകിനും മറ്റുമൊക്കെ നൽകിക്കൊണ്ട് സെൽഫ്ലെസ് അപ്രോച്ച് ടീമിന് വേണ്ടി നടത്തിയ സൂര്യ പക്ഷേ ബാറ്റർ എന്ന നിലയിൽ ഇപ്പോൾ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും അയാളെ ക്രൂരമായി വിമർശിക്കുന്നതിനേക്കാൾ നമ്മൾക്ക് കുറച്ചെങ്കിലും അനുകമ്പയോടുകൂടി കാര്യങ്ങൾ കാണേണ്ടതാണ്. മുമ്പ് സൗരവ് ഗാംഗുലി താൻ വർഷങ്ങളോളം വിജയകരമായി കൊണ്ടുപോയിരുന്ന ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ട് ടീമിന് വേണ്ടി, വിജയത്തിന് വേണ്ടി വീരേന്ദ്ര സെവാഗിന് കൈമാറിയതുപോലെ തന്നെയാണ് സൂര്യ വൺ ഡൗൺ പൊസിഷൻ, T20യിലെ വൺ ഡൗൺ പൊസിഷൻ തിലകിന് കൈമാറിയ ആ ഒരു അവസ്ഥയും ഉണ്ടായത്. സെവാഗിനെ പോലെ തിലകും ആ ഒരു പൊസിഷനിൽ ഫോമിലെത്തുന്നു. സൂര്യ ആവട്ടെ സൗരവ് ഗാംഗുലിയെ പോലെ ബാറ്റിങ്ങിലെ ആ ഒരു പഴയ മാജിക്കൽ ടച്ച് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും കണ്ടത്. സത്യത്തിൽ സൂര്യകുമാർ യാദവിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ സങ്കടവും സഹതാവും ഒക്കെ തോന്നുന്നുണ്ട്. നമുക്കറിയാം, റെസ്ലിംഗിൽ ഈ അടുത്ത ദിവസം തൻ്റെ അവസാന മത്സരത്തിനിറങ്ങുന്ന ജോൺ സീന താരതമ്യേന ദുർബലരായ എതിരാളികളോട് പോലും തോൽക്കുമ്പോഴുള്ള അതേ ഒരു വേദന ഇപ്പോൾ സൂര്യയുടെ ഫോം ഔട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. 2024 T20 ലോകകപ്പിന് ശേഷം സൂര്യകുമാർ യാദവ് 26 ഇന്നിംഗ്സുകളിൽ നിന്നും 18.73 ശരാശരിയിലും 140.10 എന്ന സ്ട്രൈക്ക് റേറ്റിലും ഒരു 431 റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത്. പക്ഷേ ക്യാപ്റ്റനാവുന്നതിന് മുമ്പ് സാക്ഷാൽ AB ഡിവിലിയേഴ്സുമായി ന്യായമായും താരതമ്യപ്പെടുത്തപ്പെട്ട താരമായിരുന്നു സൂര്യകുമാർ യാദവ്. ഒരുപക്ഷെ T20യിൽ ABഡിയെക്കാളും ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സുകൾ കളിച്ച താരമായിരുന്നു സൂര്യകുമാർ യാദവ്. എന്നാൽ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതോടെ സൂര്യയുടെ ഫോം പതിവില്ലാതെ മങ്ങുന്ന കാഴ്ച നമുക്കൊരു ശീലമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ T20കളിലെല്ലാം. മുമ്പൊരു കലണ്ടർ വർഷം 1000 T20 റൺസ് തികയ്ക്കുന്ന ആ ഒരു അസുലഭ നേട്ടം കൈയടക്കിയ സൂര്യയാണ് ഇപ്പോൾ ഇങ്ങനെ മങ്ങിയ ഫോമിൽ വെന്തുരുകുന്നത്. ഇപ്പോൾ ലോവസ്റ്റ് T20 ബാറ്റിംഗ് ആവറേജ് ആസ് എ ക്യാപ്റ്റൻ ഇൻ എ കലണ്ടർ ഇയർ എന്ന് പറയുമ്പോൾ മുമ്പ് 1000 റൺസ് ഒരു കലണ്ടർ വർഷം തികച്ച അതേ സൂര്യ ആ ഒരു നാണക്കേടിൻ്റെ ലിസ്റ്റിൽ ഇപ്പോൾ അദ്ദേഹത്തിന് 3ാം സ്ഥാനമാണ്. മുഹമ്മദ് നബി 2002 അദ്ദേഹം ക്യാപ്റ്റനായിരുന്നപ്പോൾ, അഫ്ഗാന്റെ ക്യാപ്റ്റനായിരുന്നപ്പോൾ അദ്ദേഹത്തിന് 11.64 ആയിരുന്നു ബാറ്റിംഗ് ശരാശരി. അതിനുശേഷം 2010 ഷാഹിദ് അഫ്രീദി, പാകിസ്ഥാന്റെ ക്യാപ്റ്റനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് 14 ആയിരുന്നു. അതിന് താഴെയാണ് 2025 സൂര്യകുമാർ യാദവിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ്. അദ്ദേഹം 14.35 എന്ന ശരാശരി മാത്രമാണ് സൂര്യകുമാർ യാദവിന് ഒരു ബാറ്റർ എന്ന നിലയിൽ 2025 അപ്പോൾ അൺഹേർഡ്, അൺറിയൽ ഡൗൺഫാൾ എന്ന് തന്നെ പറയാം സൂര്യയുടെ ഈ ഒരു ഡൗൺഫാൾ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ 2 T20 മത്സരങ്ങളിലും സൂര്യകുമാറിന് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിനം മുൻ ഓപ്പണറും കമന്റേറ്ററുമായ ആകാശ് ചോപ്രയെ പോലുള്ളവർ അദ്ദേഹത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. നിങ്ങൾ ടീമിന്റെ ക്യാപ്റ്റനാണ്, എന്നാൽ ക്യാപ്റ്റന്റെ ജോലി ടോസിന് ഇറങ്ങുകയും ബൗളർമാരെ കൈകാര്യം ചെയ്യുകയും മാത്രമല്ല, തന്ത്രം മെനയുക എന്നത് മാത്രമല്ല കാര്യം. ആദ്യ 4 സ്ഥാനങ്ങളിൽ ബാറ്റ് ചെയ്യുമ്പോൾ റൺസ് നേടുകയെന്ന കർമ്മം കൂടിയുണ്ട്. കഴിഞ്ഞ 17 ഇന്നിംഗ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ശരാശരി 14 മാത്രമാണ്. സ്ട്രൈക്ക് റേറ്റും അത്ര മികച്ചൊന്നുമല്ല, ഒരു 50 പോലുമില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. 3ാം നമ്പറിലോ 4ാം നമ്പറിലോ കളിക്കുകയും റൺസ് നേടാതിരിക്കുകയും ചെയ്താൽ ലോകകപ്പ് ആരംഭിക്കുമ്പോൾ നിങ്ങൾക്കത്ര ആത്മവിശ്വാസം ഉണ്ടാകില്ല. അതിനാൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും റൺസ് നേടേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് കഴിഞ്ഞ ദിനം ആകാശ് ചോപ്ര സൂര്യയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ 2ാം T20യിൽ ഇന്ത്യക്ക് 51 റൺസിന്റെ തോൽവിയാണ് നേരിടേണ്ടി വന്നത്. T20 ലോകകപ്പിന് മുമ്പ് 8 മത്സരങ്ങൾ മാത്രം ഇനി ശേഷിക്കെ സൂര്യകുമാർ യാദവിന്റെ ഫോം ഇന്ത്യക്ക് തലവേദന തന്നെയാണ്. ഇതിനു മുമ്പ് സൂര്യക്ക് ഇങ്ങനെയൊരു പഞ്ഞകാലം ഉണ്ടായത് മുമ്പ് അദ്ദേഹം ഏകദിന മത്സരത്തിൽ കളിച്ചിരുന്ന സമയത്താണ്. അന്ന് ഓസീസിന്റെ മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തുകളിൽ തുടർച്ചയായി ഡെക്കുകളോടെ പുറത്താവുകയായിരുന്നു സൂര്യകുമാർ യാദവ്. നമുക്കറിയാം, 2023 ആദ്യ മത്സരങ്ങളിൽ തുടർച്ചയായി ഡെക്കിന് പുറത്തായപ്പോൾ അന്ന് 3ാം മത്സരത്തിൽ, അവസാന മത്സരത്തിൽ പ്രധാന വിക്കറ്റുകളൊക്കെ വീണപ്പോൾ അക്സറിന് താഴെയാണ് അദ്ദേഹം ബാറ്റിംഗിന് ഇറങ്ങിയത്. ആ സമയത്ത് ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ ജലം അതിൻ്റെ നാഥനെ കണ്ടെത്തി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഗോൾഡൻ ഡെക്ക് വീണ്ടും സൂര്യയെ പിന്തുടരുകയായിരുന്നു. ഒരു ബൈലാറ്ററൽ സീരീസിൽ മുഴുവൻ മത്സരങ്ങളിലും ഇങ്ങനെ 0 ഗോൾഡൻ ഡെക്കിന് ആരും മടങ്ങിയ ചരിത്രമില്ല. ആ നാണക്കേടാണ് അന്ന് സൂര്യകുമാർ യാദവിനെ ഏകദിന മത്സരത്തിൽ തേടിയെത്തിയത്. സത്യത്തിൽ ആ സമയത്ത് T20 ക്രിക്കറ്റിൽ ഉന്നതകളിൽ നിൽക്കുമ്പോഴാണ് സൂര്യകുമാർ യാദവിനെ വലിയ ആഘോഷത്തോടെ ഇന്ത്യ ഏകദിന ടീമിലേക്കും അവിടുന്ന് ടെസ്റ്റ് ടീമിലേക്കും വരെ ആനയിച്ചത്. എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ സമ്മർദ്ദ ചൂടിൽ T20 ക്രിക്കറ്റിൽ കാണിച്ച മാജിക് ഏകദിനത്തിലും ടെസ്റ്റിലും പ്രദർശിപ്പിക്കാനാകാതെ ഒരു ബിഗ് സീറോ ആയിട്ടാണ് സൂര്യകുമാർ യാദവ് അന്ന് തലനാഴ്ത്തി നിന്നത്.
അന്ന് പക്ഷേ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അദ്ദേഹം സൂര്യയ്ക്ക് കട്ട സപ്പോർട്ടുമായി രംഗത്ത് വന്നിരുന്നു. ഈ പരമ്പരയിൽ 3 മത്സരങ്ങളിൽ സൂര്യ 3 പന്തുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അത് എത്രമാത്രം പരിഗണിക്കണമെന്ന് എനിക്കറിയില്ല. 3 നല്ല പന്തുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. കഴിഞ്ഞ 2 വർഷമായി അവരെന്താണ് T20യിൽ ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവന് അവസാന 15-20 ഓവറിൽ ഒരു ഫിനിഷറുടെ റോൾ നൽകി ഏകദിന ടീമിലേക്കും ഉൾപ്പെടുത്തിയത്. എന്നാൽ നിർഭാഗ്യവശാൽ പരമ്പരയിലാകെ 3 പന്ത് മാത്രമേ അവന് കളിക്കാനായുള്ളൂ. ആർക്കും ഇങ്ങനെ സംഭവിക്കാം, അവന് നല്ല കഴിവുണ്ട്. സൂര്യ ഇപ്പോൾ ആ മോശം ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നായിരുന്നു മത്സരശേഷം 3ാമത്തെ മത്സരത്തിലും ഡക്കായതിനു ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സൂര്യകുമാറിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത്. എന്നാൽ പിന്നീട് ടീമിൽ നിന്നും അദ്ദേഹം സ്ഥാനം നഷ്ടപ്പെട്ടു. ഏകദിന ടീമിൽ നിന്നും സ്ഥാനം നഷ്ടപ്പെട്ടു പോയ സൂര്യ പക്ഷേ T20യിലും IPLലും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെയും തൻ്റെ അസാമാന്യ ഫോം പിന്നീട് വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അയാളുടെ ഫോമിലേക്കുള്ള തിരിച്ചുവരവ് കാഴ്ചകൾ അത് നമുക്കറിയാം ഏതാണ്ട് 2024 ലോകകപ്പ് വരെയും തുടരുകയും ചെയ്തു. ക്യാപ്റ്റൻസി ഏറ്റെടുക്കുവോളം അദ്ദേഹത്തിൻ്റെ ഫോം നമ്മൾ കണ്ടിട്ടുണ്ട്. സൂര്യ ഫോമിലെത്തിയാൽ നമുക്കറിയാം സാക്ഷാൽ AB ഡിവിലിയേഴ്സിനേക്കാളും അപകടകാരിയാണ് അദ്ദേഹം T20 ഫോർമാറ്റിൽ. ഒരുപക്ഷെ T20യിൽ ക്രിസ് ഗെയിലിനോ അല്ലെങ്കിൽ ഡിവിലിയേഴ്സിനോ ഒക്കെയുള്ള ഒരു ഓറയുണ്ട്. സൂര്യക്ക് ഒരുപക്ഷെ അതിനേക്കാളൊക്കെ ഓറ നമ്മൾ കണ്ടിട്ടുണ്ട് T20യിൽ. മുമ്പൊരിക്കൽ ശ്രീലങ്കയ്ക്കെതിരെ സൂര്യകുമാർ യാദവ് സെഞ്ചുറി നേടിയപ്പോൾ അദ്ദേഹത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് മുൻ പാക് സ്പിന്നറായ ഡാനിഷ് കനേറിയ പറഞ്ഞ വാക്കുകൾ, പ്രശംസാ വാക്കുകൾ ഇവിടെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സ്കൈ ഹി ഈസ് ദ ന്യൂ യൂണിവേഴ്സൽ ബോസ് എന്നാണ് അന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞത്. അദ്ദേഹം ഇത്ര കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. 2020 ക്രിക്കറ്റിലേക്ക് വന്നാൽ AB ഡിവിലിയേഴ്സിനെയും ക്രിസ് ഗെയിലിനെയും അദ്ദേഹം ഇതിനകം മറികടന്നു കഴിഞ്ഞിട്ടുണ്ട്. സൂര്യകുമാറിനെ പോലെ ഒരു കളിക്കാരൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാകൂ. ശ്രീലങ്കയ്ക്കെതിരായ സൂര്യകുമാറിന്റെ ബാറ്റിംഗ് പ്രകടനം മറ്റൊരാൾക്ക് ഒരിക്കലും ആവർത്തിക്കാൻ സാധിക്കില്ല. സൂര്യകുമാർ യാദവാണ് പുതിയ യൂണിവേഴ്സൽ ബോസ്. നിങ്ങൾക്ക് AB ഡിവിലിയേഴ്സ്, ക്രിസ് ഗെയിൽ എന്നിവരെ കുറിച്ച് സംസാരിക്കാം. എന്നാൽ ഈ രണ്ടുപേരും സൂര്യയുടെ മുന്നിൽ ഒന്നുമല്ലെന്ന് തോന്നുന്നു. അദ്ദേഹം ഇതിനകം അവരെ മറികടക്കുകയും 2020 ക്രിക്കറ്റിനെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ബാറ്റിങ്ങിനായി ക്രീസിലെത്തുമ്പോഴുള്ള സൂര്യകുമാറിന്റെ മനോഭാവം ആരെയും ആകർഷിക്കും. പരിശീലനത്തിൽ കഠിനാധ്വാനം ചെയ്ത് അത് ഗ്രൗണ്ടിലും ആവർത്തിക്കുകയാണ് അദ്ദേഹം. സൂര്യയുടെ കളി കാണാൻ തന്നെ, T20യിൽ അദ്ദേഹത്തിന്റെ കളി കാണാൻ തന്നെ പ്രത്യേക അഴകാണ്. അന്ന് ഡാനിഷ് കനേരിയ പറഞ്ഞത് ഇങ്ങനെയാണ്. ശരിയാണ്, T20 സൂര്യയുടെ തട്ടകമാണ്. അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും, ഉറപ്പാണ്. ഇന്ത്യയുടെ സൂപ്പർ താരമെന്ന നിലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്ന താരമാണ് സൂര്യകുമാർ യാദവ്. സ്കൈ SKY എന്നാണ് പ്രമുഖ സ്പോർട്സ് വെബ്സൈറ്റുകളൊക്കെയും അദ്ദേഹത്തിൻ്റെ പേരിനെ സൂര്യകുമാർ യാദവിൻ്റെ ചുരുക്കപ്പേരായി കളിയുടെ അവലോകനത്തിനിടയിൽ എഴുതാറുള്ളത്. സ്കൈ എന്നാൽ ആകാശം എന്നാണ് അർത്ഥം. സീമകളില്ലാത്തതാണ്. സ്വപ്നങ്ങൾക്കും മോഹങ്ങൾക്കും അനന്തമായി ചിറക് വിരിച്ച് പറന്നുയരാനുള്ള ഇടമാണ്. ആകാശവും സ്വപ്നങ്ങൾക്ക് അതിരാവരുതെന്ന് മോട്ടിവേഷണൽ സ്പീക്കർമാർ ആവർത്തിച്ച് പറയാറുണ്ടെങ്കിലും അത് ഒരു പ്രയോഗത്തിൽ വരുത്തിയ താരമാണ്, ക്രിക്കറ്ററാണ് സൂര്യകുമാർ യാദവ് എന്ന് തന്നെ പറയാം. T20 ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിലേക്ക് വൈകിയെത്തിയ അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൻ്റെ നട്ടെല്ലായി മാറുന്നത് പിന്നീട് നമ്മൾ കണ്ട കാഴ്ചയാണ്. മൈതാനത്തിൻ്റെ എല്ലാ വശത്തേക്കും ഷോട്ട് വായിക്കുന്ന ബോളർമാരെ സമ്മർദ്ദത്തിലാക്കാൻ സൂര്യയെപ്പോലെ മികവുള്ള മറ്റൊരു ബാറ്റ്സ്മാൻ T20യിൽ ഇല്ല എന്ന് തന്നെ പറയാം. ചുരുങ്ങിയ സമയം കൊണ്ട് മത്സരത്തിൻ്റെ ഗതിയെ മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. ഷോട്ട് ഉതിർക്കുന്നതിലുള്ള ഒരു അനായാസതയാണ് വലിയൊരു വിഭാഗം ആളുകളുടെയും കാഴ്ചപ്പാടിൽ ഒരു മികച്ച ബാറ്റ്സ്മാൻ്റെ ലക്ഷണം. മറ്റൊരു വിഭാഗം സാങ്കേതിക തികവാണ് ബാറ്റിങ്ങിൻ്റെ പൂർണ്ണത എന്ന് വാദിക്കാറുണ്ട്. ഇപ്പറഞ്ഞ 2 മാനദണ്ഡങ്ങളെയും അതിൻ്റെ പാരമ്യത്തിൽ സംയോജിപ്പിച്ച താരങ്ങൾ വളരെ ചുരുക്കമാണ് എന്ന് തന്നെ പറയാം. ഒരു ലാറയോ അല്ലെങ്കിൽ ഒരു സച്ചിനോ ഒക്കെ ഇങ്ങനെ കളിച്ചിരുന്നവരാണെന്ന് നമുക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ 2000-ന് ശേഷം കളി തുടർന്നവരിൽ ഇക്കാര്യത്തിൽ സച്ചിൻ, ലാറ എന്നിവർക്കൊപ്പം നിൽക്കുന്ന ബാറ്റ്സ്മാനാണ് എബ്രഹാം ബെഞ്ചമിൻ ഡിവിലിയേഴ്സ് എന്ന ആരാധകരുടെ പ്രിയപ്പെട്ട ABD സ്റ്റൈലുകളൊക്കെ കൃത്യമായി സൂര്യയും T20യിൽ കളിച്ചിട്ടുണ്ട്, കാഴ്ചവെച്ചിട്ടുണ്ട്. കോപ്പി ബുക്ക് ബാറ്റിംഗ് ശൈലിയുടെ പൊളിച്ചെഴുത്താണ് ABDയുടെയും സൂര്യയുടെയും ബാറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. രണ്ടുപേരും മൈതാനത്തിൻ്റെ എല്ലാ വശത്തേക്കും ഷോട്ടുകൾ പായിക്കാൻ കഴിവുള്ളവരാണ്. ബോളർമാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തേക്കാവും ഇരുവരും ഷോട്ടുകൾ കളിക്കുക. അസാധ്യമെന്ന് തോന്നുന്ന പല ഷോട്ടുകളും ഇരുവരുടെയും കൈകളിൽ ഭദ്രമാണ് താനും. സാഹസിക ഷോട്ടുകളിലൂടെ സിക്സർ നേടുന്നതാണ് രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട കഴിവ്. എങ്ങനെ ഈ ഷോട്ട് കളിച്ചുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇവരുടെ ബാറ്റിംഗ് എന്ന് നമുക്കറിയാം. സാഹസിക ഷോട്ട് കളിക്കാൻ മടി കാട്ടാത്ത ഈ രണ്ടുപേരും, അതുതന്നെയാണ് ഇരുവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട സാമ്യത. കഴിഞ്ഞ 3-4 IPL സീസൺ മുമ്പ് നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി എല്ലാമായി വാഴുന്ന കാലത്ത് ഒരു IPL മത്സരത്തിനിടെ അതേ വിരാട് കോഹ്ലിയുമായി ഉരസിയാണ് സൂര്യകുമാർ യാദവ് ആരാധക മനസ്സുകളിൽ ഇടം പിടിച്ചത്. രാജ്യാന്തര ക്രിക്കറ്റിൽ സൂര്യകുമാർ ഒരു മത്സരം പോലും കളിക്കാത്ത കാലത്തായിരുന്നു ആ ഒരു വിരാട് കോഹ്ലിയുമായുള്ള ആ ഒരു ഐ കോണ്ടാക്ട് എന്ന് ഓർക്കണം. കോഹ്ലിയുമായി ഏറ്റുമുട്ടിക്കൊണ്ട് സൂര്യ ഇന്ത്യൻ ടീമിൽ പോലും എത്താതെ പോകുമെന്ന് ഭയന്നവരും പ്രവചിച്ചവരുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് അതേ സൂര്യകുമാറും ഒത്ത് ബാറ്റ് ചെയ്യുന്നതാണ് താൻ ഏറ്റവും അധികം ആസ്വദിക്കുന്നതെന്ന് കോഹ്ലി തന്നെ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ അതൊരു ചാമ്പ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആയിരുന്നു.
അന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു സൂര്യകുമാർ ഇന്ത്യൻ ടീമിൽ എത്തുമെന്നും ABDയെ വെല്ലുന്ന ഇന്നിങ്സുകളും ഷോട്ടുകളും കളിക്കുമെന്നും വിരാട് കോഹ്ലിയേക്കാൾ ഉയരെ T20യിൽ ലോക 1-ാം നമ്പറിലേക്ക് എത്തുമെന്നുമൊക്കെ ആ സമയത്ത് ആരെങ്കിലും ചിന്തിച്ചിരുന്നു? അദ്ദേഹം പിന്നീട് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ വരെ ആയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, ഒക്കെയും വഴിയോര കാഴ്ചകളായി പിറകിലെ കോടി മറഞ്ഞിരിക്കാം. അപ്പോൾ സൂര്യയെക്കുറിച്ച് പറയുമ്പോൾ അതെ, സൂര്യകുമാർ യാദവ് എന്ന താരം മറ്റൊരു ജനുസ് തന്നെയാണ്. തീർച്ചയായും അദ്ദേഹം എല്ലാ ഫോം ഔട്ട് കാലവും തൻ്റെ പിന്നിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഫോമിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. നമുക്ക് കാത്തിരിക്കാം.